വീട് അതായിരുന്നു ആദ്യം കണ്ട ഇടം. അമ്മ അതായിരുന്നു ആദ്യം കണ്ട മുഖം. പിന്നെ അപ്പൻ, അനിയൻ, അനിയത്തി. പിന്നീട് കണ്ട ഒരിടമുണ്ട്, ഒരു പക്ഷേ ഒന്നും പിടികിട്ടാത്ത, ഒരിക്കലും കണ്ടു തീരാത്ത വീടിനേക്കാൾ വലിയ ഒരിടം. എൻ്റെ പള്ളി. എന്തു ഭംഗിയായിരുന്നു! ഈശോയ്ക്ക് മുൻപിൽ അമ്മ കൈകൂപ്പി നിന്ന ആ ഇടം, എല്ലാവരും കണ്ണടച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന ആ ഇടത്തിന് എന്തൊരു ഭംഗിയായിരുന്നു! എൻ്റെ ഈശോയുടെ ആ ഇടം, ഈശോയെ കയ്യിലെടുത്ത് ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ അച്ഛന്മാർ, ഈശോയെപ്പറ്റി പറഞ്ഞും പാടിയും ഞങ്ങളോടൊപ്പം നടന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സ്. എത്ര സന്തോഷമാണ് അവരുടെ ജീവിതങ്ങൾക്ക്! അവരെ കാണുമ്പോൾ ഞങ്ങൾക്കെത്ര സന്തോഷമായിരുന്നു! അങ്ങനെയാണ് ഞാനും തീരുമാനിച്ചത്. ഒരു നാൾ ഞാനും. വളർന്നപ്പോൾ സംശയങ്ങളേറെ ഉണ്ടായി. പക്ഷേ അതിനിടയിലും മാറി ചിന്തിക്കാൻ ഒരു ഉള്ളുവിളി. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. വീട് വിട്ട് പരിശീലന കേന്ദ്രത്തിലേക്ക്. അവിടെ സ്വീകരിക്കാൻ ഒരുപാട് പേര്, ദൈവത്തെ കൂടുതലറിയാനായി ഒരിടം. അവിടെ പ്രാർത്ഥനയുടെ സൗന്ദര്യമുണ്ടായിരുന്നു. വിറമാറി ആദ്യമായി തുറന്നു സംസാരിച്ചത് അവിടുത്തെ പ്രസംഗ പീഠങ്ങളിലായിരുന്നു. അവിടുത്തെ കളിമുറ്റങ്ങൾ ഒരുപാട് കൂട്ടുകാരെ നേടിത്തന്നു. ഒന്നിച്ചുള്ള പാട്ട്, കലാസന്ധ്യകൾ, അതെല്ലാം എന്നെ ഒരു കലാസ്വാദകനാക്കി മാറ്റി. ഒപ്പം ഉള്ളു ചെത്തി മിനുക്കുന്ന ആത്മീയ പരിശീലകരുടെ വലിയൊരു കൂട്ടും അവരുടെ പ്രാർത്ഥനയും. അതിനിടയിൽ ഉയർന്ന പരിശീലന കേന്ദ്രങ്ങളിലേക്കുള്ള മാറ്റം. അവിടെ കടന്നുപോകുന്ന ആശയലോകങ്ങൾ, ദൈവശാസ്ത്രങ്ങൾ, സൗഹൃദങ്ങൾ എല്ലാം എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇടയിലെപ്പോഴോ പിൻവിളികളും ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ ചില വലിയ പരീക്ഷകളും പരീക്ഷണങ്ങളും. അവിടെ നിന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അൾത്താരയിലേക്ക്. പിന്നെ വീട് മറന്ന്, വീട്ടുകാരെ വിട്ട് കർത്താവിന് കൂട്ടുപോകാനുള്ള ശുശ്രൂഷയിലേക്ക്, യാഗമാകാനുള്ള ആ വലിയ വിളിയിലേക്ക്. കർത്താവിൻ്റെ ഒപ്പം സദാ ആയിരിക്കുന്നതിൻ്റെ സന്തോഷവും സ്വാതന്ത്ര്യവുമാണ് ഈ വിളിയുടെ ഉള്ള്.